CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരി അർബൻ ബാങ്കിനെതിരെ പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ഭരണസമിതി. അയ്യപ്പൻകാവിന്റെ പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി പണം തട്ടിയെന്ന BJP ആരോപണവും ഭരണസമിതി തള്ളി. ഇത്തരം ആരോപണങ്ങളിൽ ഇടപാടുകാർക്ക് ആശങ്ക വേണ്ടെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ജീവനക്കാരില്ലാത്തതിനാൽ പദ്ധതി പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു. ഉള്ള ജീവനക്കാരുടെ അവധി കൂടിയാകുമ്പോൾ പഞ്ചായത്തിൽ ആളില്ലാത്ത സ്ഥിതിയാണ്. ദേശീയപാത മണ്ണാർക്കാട് നൊട്ടമലയിൽ ബൈക്കിടിച്ച് കാൽനടയാത്രക്കാരന് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ നവരാത്രി സംഗീതോത്സവത്തിൽ വെള്ളിയാഴ്ച പൂർണിമ അരവിന്ദ് പ്രധാന കച്ചേരി അവതരിപ്പിച്ചു. ആര്യദത്ത വയലിനിലും ജയകൃഷ്ണൻ മൃദംഗത്തിലും ശ്രീജിത്ത് വെള്ളാറ്റഞ്ഞൂർ ഘടത്തിലും പിന്തുണയേകി. ചെർപ്പുളശ്ശേരി അർബൻ ബാങ്കിനെതിരെ പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ഭരണസമിതി. അയ്യപ്പൻകാവിന്റെ പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി പണം തട്ടിയെന്ന BJP ആരോപണവും ഭരണസമിതി തള്ളി. ഇത്തരം ആരോപണങ്ങളിൽ ഇടപാടുകാർക്ക് ആശങ്ക വേണ്ടെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇവിടെ സഹകരണ ഡിപ്പാർട്ട്മെന്റ് അല്ല ഇവിടുത്തെ ഓഡിറ്റ് നടത്തുന്നത്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്ഥാപനമായിരിക്കണം. ഒരു ഇൻഡിവിജ്വൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് അർബൻ ബാങ്കുകളുടെ ഓഡിറ്റ് നടത്താൻ പറ്റില്ല. ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ ഒരു സ്ഥാപനത്തിന് അങ്ങനെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്ഥാപനം ഇവിടെ കൺകറന്റ് ഓഡിറ്റ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ ബാലൻസ് ഷീറ്റും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാർഷിക ഓഡിറ്റ് ഈ ബാങ്കിൽ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്ന ഓഡിറ്റിനും വിധേയമായിട്ടാണ് ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത്. ഈ ബാങ്കിലെ ഓരോ ഇടപാടും ഓരോ ട്രാൻസാക്ഷനും എല്ലാ കാര്യങ്ങളും റിസർവ് ബാങ്കിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലും പൂർണ്ണമായ നിരീക്ഷണത്തിലും പരിശോധനയ്ക്കും വിധേയമായി കൊണ്ടാണ് ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത് എന്ന വിവരം നിങ്ങളെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സോളാർ ലോൺ സംബന്ധിച്ച ഇടപാടുകാരന്റെ പരാതിയും അയ്യപ്പൻകാവിന്റെ പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി പണം തട്ടിയെന്നുമുള്ള BJP ആരോപണങ്ങൾക്കും മറുപടി പറയുകയായിരുന്നു CPM ഭരിക്കുന്ന ബാങ്ക് ഭരണസമിതി. പൂർണ്ണമായും റിസർവ് ബാങ്ക് നിയമങ്ങൾക്ക് വിധേയമായാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. സോളാർ ലോൺ സംബന്ധിച്ച് തന്റെ പേരിൽ ബാങ്കിൽ നിന്ന് പണം എടുത്തത് അറിയില്ലെന്നത് വസ്തുതാവിരുദ്ധമാണ്. പവർ പോയിന്റ് എന്ന സ്ഥാപനത്തിലേക്ക് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത തുക അദ്ദേഹം ബാങ്കിൽ വന്ന് ഒരു ലൂസ് ചെക്ക് ഉപയോഗിച്ച് 3 ദിവസം വന്ന് 3 തവണയായി ലൂസ് ചെക്ക് ഉപയോഗിച്ച് പവർ പോയിന്റ് എന്ന സ്ഥാപനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം അറിയില്ല എന്ന് പറയുന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നത്? ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുമെന്ന ഉറപ്പിന്മേലായിരിക്കും ഈ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥാപനത്തിന് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക. ഇവര് തമ്മിലുള്ള എന്തൊക്കെയോ തർക്കങ്ങളും സാമ്പത്തിക ഡീലിംഗിലുണ്ടായ എന്തെങ്കിലും പാകപ്പിഴവുകളുമായിരിക്കാം ബാങ്കിനെതിരെ ഇത്തരമൊരു ആരോപണം കൊണ്ടുവരാനുണ്ടായ സാഹചര്യമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പകൽ വെളിച്ചം പോലെ യാഥാർത്ഥ്യമാണ്, ആർക്കും തന്നെ പരിശോധിക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ 3 ലക്ഷത്തിന്റെ ഈ സോളാർ ലോണിലേക്ക് 66,000-ഓളം രൂപ, കൃത്യമല്ല പറയുന്നത്, 66,000-ഓളം രൂപ തിരിച്ചടവും നടത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പോ ബാങ്കിനെതിരെ ഇല്ലാത്ത ഒരു ആരോപണമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്ത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്? എന്ത് മനോവികാരമാണ് അദ്ദേഹത്തിന് ഇതിന് നയിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഈ വിവരം നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ നമുക്ക് യാതൊരു വിരോധവുമില്ല എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്.
ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവ് മാനേജിംഗ് ട്രസ്റ്റി രേഖാമൂലം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ചത്. മാനേജിംഗ് ട്രസ്റ്റിയുടെയും താൽക്കാലിക ജീവനക്കാരൻ KH നാരായണൻ എന്നയാളുടെ പേരിലുമായിരുന്നു അക്കൗണ്ട്. 19 ലക്ഷത്തോളം രൂപയാണ് ഇവരുടെ രണ്ടുപേരുടെയും അറിവിൽ ഇതിലൂടെ ഇടപാട് നടത്തിയിട്ടുള്ളത്. ഈ അക്കൗണ്ട് 2023 ദേവസ്വത്തിന്റെ ആവശ്യപ്രകാരം റദ്ദാക്കുകയും ചെയ്തു. ഇതെല്ലാം ബാങ്ക് ഓഡിറ്റ് രേഖകളിൽ വ്യക്തമാണ്. ഇത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണെന്നും കോടികൾ തട്ടിയെടുത്തതായുള്ള ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും ബാങ്ക് ഭരണസമിതി വ്യക്തമാക്കി. അയ്യപ്പൻകാവ് ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി കത്ത് തരാണ്. മാനേജിംഗ് ട്രസ്റ്റി തീർത്ഥപാണി തന്നെ അവിടെ പ്രസാദം കൊടുക്കുന്ന ഭസ്മ കാണാൻ തീർത്ഥപാണി അറിയാം അല്ലെ, അദ്ദേഹത്തിന് അറിയാം. ആ രണ്ടാളുടെയും പേരിലൊരു അക്കൗണ്ട് കൊടുക്കുന്ന അതിന് യാതൊരു അസ്വാഭാവികത ഇല്ല നമ്മളെ സംബന്ധിച്ചിട്ട്. കാരണം അയ്യപ്പൻകാവ് ദീർഘകാലമായിട്ട് നമ്മുടെ കസ്റ്റമറാണ്. അവരുടെ ഭണ്ഡാരം എണ്ണത് ഞങ്ങളാണ്. അവരും ഞങ്ങളും തമ്മിൽ നിതാന്ത സൗഹൃദം നിരന്തരമായിട്ട് ഒരുപാട് കാലത്ത് ബന്ധമുള്ളൊരു സ്ഥാപനമാണ്. അവർ ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ പോലും ഞങ്ങളൊരു അക്കൗണ്ട് അവർക്ക് ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം, ഓപ്പൺ ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ടതല്ല എന്നാൽ പറഞ്ഞത് അത്ര അടുത്ത ബന്ധമാണ് ആ സ്ഥാപനമായിട്ട്. അവര് രേഖാമൂലം ഒരു അക്കൗണ്ട് തരുന്നു, നമ്മൾ അതിൽ ചെയ്യുന്നു. അതിൽ ക്രമവിരുദ്ധമായ യാതൊരു ഓപ്പറേഷൻസും നടത്തിയില്ല. നമുക്കൊരു ബാങ്ക് അക്കൗണ്ടിൽ ക്രമവിരുദ്ധം എന്ന് പറയാം എപ്പോഴാണ് 2 ലക്ഷത്തിന്റെ കൂടുതൽ പൈസ ക്യാഷായിട്ട് കൊണ്ടുവന്ന് അടയ്ക്കണം, 2 ലക്ഷത്തിൽ കൂടുതൽ പൈസ ക്യാഷായിട്ട് വിഡ്രോ ചെയ്യണം. അപ്പോഴൊക്കെയാണ് മണി ലോണ്ടറിങ് ആക്ടും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത്. ഇത് ആവറേജ് ഒരു 1000-10,000 ഉള്ളിലൊക്കെ ഉള്ള പൈസ വരുന്നു. അവർ 4000-5000 ഒക്കെ അതൊന്ന് ചെക്ക് വാങ്ങിയിട്ട് പോടും. അത് നമുക്ക് അവിടുത്തെ ഇന്റേണൽ ആയിട്ട് അവരുടെ എന്ത് കാര്യം നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിട്ട് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. കൃത്യമായി ട്രാൻസാക്ഷൻ നടക്കണു. ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും അവരുടെ ഒരു ചെക്ക് പോലും ഡിസോണർ ചെയ്തിട്ടില്ല, മറ്റൊരു പ്രശ്നമില്ല. പിന്നീട് അവർ പറയുന്നു ഈ അക്കൗണ്ട് ഞങ്ങളുടെ പെർമനന്റ് അക്കൗണ്ടിലേക്ക് മെർജ് ചെയ്യണമെന്ന് പറയുന്നു. ഏതിലേക്ക്? പുതിയൊരു അക്കൗണ്ടിലേക്കല്ല, കാലങ്ങളായിട്ട് ഈ ബാങ്കിൽ തുടരുന്ന 2188 എന്ന അക്കൗണ്ടിലേക്ക് ഈ അക്കൗണ്ടിലെ പൈസ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനും അസ്വാഭാവികതയില്ല. കാരണം അവരുടെ പ്രധാനപ്പെട്ട അക്കൗണ്ടിലേക്ക് ആണ് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നത്. അപ്പൊ അവിടെ അവർ ഓഡിറ്റിനത് വിധേയമാക്കിയിട്ടുണ്ടോ, അവര് മലബാർ ദേവസ്വം ബോർഡിന്റെ കണക്കിലുണ്ടോ, അവരുടെ വരവും ചെലവും കണക്കിലിട്ട് ഉൾക്കൊള്ളുന്ന അത്തരം കാര്യങ്ങൾ നമുക്കറിയില്ല. നമുക്കത് അന്വേഷിക്കാനുള്ള അവകാശമില്ല. അത് അവരുടെ ഇന്റേണൽ കാര്യങ്ങളാണ്, അത് അവരുടെ മാത്രം കാര്യങ്ങളല്ല. അക്കൗണ്ടിന് നൽകിയ പേരിൽ ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായതായും ബാങ്ക് ചെയർമാൻ പറഞ്ഞു. അയ്യപ്പൻകാവ് ദേവസ്വത്തിന്റെ പേരിൽ 718 എന്ന ഒരു അക്കൗണ്ട് ഇവിടെ ഉണ്ട്. അതിന്റെ പേരിലൊരു ഡിസ്പാരിറ്റി ഉണ്ട്, അത് നമ്മൾ സമ്മതിക്കണം. അതൊരു വസ്തുതയാണല്ലോ. അയ്യപ്പൻകാവ് ദേവസ്വം, സൺ ഓഫ് അയ്യപ്പൻകാവ് ദേവസ്വം തന്നെ യുക്തിക്ക് നിരക്കാത്ത. പക്ഷെ ഇത്രയും കാലമായിട്ട് അയ്യപ്പൻകാവ് ദേവസ്വമോ ഇവിടുത്തെ ജീവനക്കാരോ അത് ശ്രദ്ധിക്കുകയോ അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്തില്ല. കാരണം അതിങ്ങനെ മെക്കാനിക്കലായിട്ട് അങ്ങനെ നടന്നുപോയി. എപ്പോഴെങ്കിലും ഇത് സംഭവിച്ചിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്നത് മാറ്റുമായിരുന്നു. ഇപ്പോഴും ഇതിന്റെ പേരിൽ എന്തൊക്കെയോ തർക്കങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഇതിൻ്റെത്. അപ്പൊ ഈ പേരിന്റെ ഒരു വൈചിത്രം കണ്ടപ്പോൾ ഇതെന്തോ ഒരു ഫേക്ക് അക്കൗണ്ടാന്നുള്ളത് ഒരു സംശയം തോന്നിയിട്ടുണ്ടാവാം. ഇന്നലെയൊക്കെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഡിജിറ്റൽ ഫുട് പ്രിന്റ് അവശേഷിപ്പിക്കേണ്ട എല്ലാ ബാങ്ക് ട്രാൻസാക്ഷനും ഇന്നലെ ആ പത്രസമ്മേളനത്തിൽ നിങ്ങൾ കേട്ടില്ലേ? 2016 മുതൽ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം മുഴുവൻ ഡിജിറ്റലൈസ്ഡ് ആണ്. നിങ്ങൾ എന്ത് അക്രമം ചെയ്താലും അഴിമതി ചെയ്താലും ഒരു ഡിജിറ്റൽ ഫുട് പ്രിന്റ് അവിടെ ഉണ്ടാവുന്നതാണ്. ആ ഫുട് പ്രിന്റ് ഞങ്ങളുടെ ബാങ്കിലും ഉണ്ട്. ഏത് സ്ഥാപനത്തിനും നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഏത് അന്വേഷണ സംവിധാനത്തിനും ഈ ബാങ്കിൽ കടന്നു വരാൻ കഴിയും, ആർക്കും അന്വേഷിക്കാൻ കഴിയും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ M. മോഹനൻ, ഡയറക്ടർമാരായ CV മുരളീധരൻ, P. ദിനേശ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ K. ഹരിദാസ്, ജനറൽ മാനേജർ VC ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിൽ ദക്ഷിണവരവ് പൂർണ്ണമായും ദേവസ്വം അക്കൗണ്ട് വഴിയാണ് കൈകാര്യം ചെയ്യുന്നതെന്നും ഓഡിറ്റ് പരിശോധനയിൽ മുഴുവൻ രേഖകളും പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും അയ്യപ്പൻകാവ് ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി M. പങ്കജാക്ഷൻ അറിയിച്ചു. 2015 ജൂൺ 25 മുതൽ ക്ഷേത്രത്തിലെ ഭക്തജനത്തിരക്ക് കാരണം അന്നത്തെ മാനേജിംഗ് ട്രസ്റ്റി പ്രസാദവും പൂവും ചന്ദനവും തീർത്ഥവും നൽകുന്നതിനായി KH നാരായണൻ എന്നയാളെ താൽക്കാലികമായി നിയമിച്ചിരുന്നു. ദക്ഷിണയായി വരുന്ന പണം നിക്ഷേപിക്കുന്നതിനായി KH നാരായണൻ ചെർപ്പുളശ്ശേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ SB നമ്പർ 5223 എന്ന അക്കൗണ്ട് തുടങ്ങിയിരുന്നു. ഇതിൽ നിന്നാണ് ക്ഷേത്രത്തിൽ ശാന്തിക്കാരുടെ പ്രഭാത ഭക്ഷണം, പ്രസാദ വിതരണത്തിനുള്ള പൂവ്, കളഭം എന്നിവ വാങ്ങിയിരുന്നത്. ഈ അക്കൗണ്ട് കൂടുതൽ സുതാര്യമാക്കുന്നതിന് വേണ്ടി 2018 ഓഗസ്റ്റ് 3 മുതൽ ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റിയും KH നാരായണനും കൂടിയ ജോയിന്റ് അക്കൗണ്ടാക്കി മാറ്റുകയും ചെയ്തു.
ആകെ ലഭിച്ചുവരുന്ന ദക്ഷിണ വരവിൽ നിന്ന് മറ്റു ചിലവുകൾക്ക് പുറമെ ജീവനക്കാരന് ദിവസം 400 രൂപയും ഒരു ദിവസം 1000 രൂപയ്ക്ക് മുകളിൽ ലഭിച്ചാൽ 500 രൂപയും വേതനം നൽകുന്നതിനും ഇപ്രകാരം മതിയാകാതെ വരുന്ന സംഖ്യ ദേവസ്വത്തിൽ നിന്നും നൽകുന്നതിനും തീരുമാനിച്ചിരുന്നു. 2023 ഈ അക്കൗണ്ട് റദ്ദാക്കി ദേവസ്വം അക്കൗണ്ടിലേക്ക് മുതൽക്കൂട്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ദേവസ്വത്തിൽ നിലവിൽ ഈ അക്കൗണ്ട് പ്രവർത്തിച്ചു വരുന്നില്ലെന്നും മാനേജിംഗ് ട്രസ്റ്റി അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ജീവനക്കാരില്ലാത്തതിനാൽ പദ്ധതി പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു. ഉള്ള ജീവനക്കാരുടെ അവധി കൂടിയാക്കുമ്പോൾ പഞ്ചായത്തിൽ ആളില്ലാത്ത സ്ഥിതിയാണ്. സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, അക്കൗണ്ടന്റ്, സീനിയർ ക്ലർക്ക്, LSGD വിഭാഗത്തിൽ 2 ഓവർസിയർമാർ എന്നിവരുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇതിനു പുറമേയുള്ളവരുടെ അവധി കൂടിയാകുമ്പോൾ പഞ്ചായത്തിൽ ആളില്ലാത്ത സ്ഥിതിയാണ്. ടെൻഡർ നടപടികൾ പലതും മുടങ്ങിയിരിക്കുകയാണ്. റോഡ്, കെട്ടിടം തുടങ്ങിയവയുടെ അടങ്കൽ തയ്യാറാക്കാൻ ഓവർസിയർമാരില്ലാത്തതാണ് കാരണം. CCN കടമ്പഴിപ്പുറം. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ നവരാത്രി സംഗീതോത്സവത്തിൽ വെള്ളിയാഴ്ച പൂർണിമ അരവിന്ദ് പ്രധാന കച്ചേരി അവതരിപ്പിച്ചു. ആര്യദത്ത വയലിനിലും ജയകൃഷ്ണൻ മൃദംഗത്തിലും ശ്രീജിത്ത് വെള്ളാറ്റഞ്ഞൂർ ഘടത്തിലും പിന്തുണയേകി. വൈകിട്ട് 4:30 കനകധാര സംഘത്തിന്റെ കമലാംബ നവാവരണ കൃതികളുടെ ആലാപനമുണ്ടായി. ശനിയാഴ്ച വിഷ്ണുവർദ്ധൻ പ്രഥമ കച്ചേരിയും രാമകൃഷ്ണമൂർത്തി പ്രധാന കച്ചേരിയും അവതരിപ്പിക്കും. CCN ചെർപ്പുളശ്ശേരി. മലപ്പുറം ജില്ലയിലെ വിരമിച്ച അധ്യാപകർ രൂപം കൊടുത്ത ഷെൽട്ടർ ചാരിറ്റബിൾ സൊസൈറ്റി നൽകിവരുന്ന സാഫല്യം സ്കോളർഷിപ്പിന്റെ ഈ വർഷത്തെ വിതരണം ഒക്ടോബർ 5 ശനിയാഴ്ച ജില്ലാ കളക്ടർ VR വിനോദ് നിർവഹിക്കും. മലപ്പുറം MSP കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി. MJ ശ്രീചിത്രൻ മുഖ്യപ്രഭാഷണം നടത്തും. 2017 ഒരു കുട്ടിക്ക് നൽകിക്കൊണ്ടാണ് തുടക്കം കുറിച്ചത്. തുടർന്നുള്ള ഓരോ വർഷവും വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും സ്കോളർഷിപ്പ് തുകയിലും ക്രമമായി വർധനവുണ്ടായിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ വർഷം 102 വിദ്യാർത്ഥികൾക്കായി 13,15,000 രൂപയാണ് സ്കോളർഷിപ്പ് നൽകിയതെന്നും ഭാരവാഹികൾ അറിയിച്ചു. 455 കുട്ടികൾക്കായി 46,50,000 രൂപ 56,50,000 രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു. ശരാശരി 10,250 രൂപ എടുത്ത് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന രൂപത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് കൂടുതൽ വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഫണ്ടിങ് മലപ്പുറം ജില്ലയിലെ ഈ അധ്യാപകരിൽ നിന്ന്, ഷെൽട്ടർ അംഗങ്ങളിൽ നിന്നും പരമാവധി ശേഖരിക്കുന്ന രീതിയിലാണ് അതിന്റെ ഫണ്ടിങ് നടക്കുന്നത്. ഇത് കൂടാതെ ഷെൽട്ടർ ഒട്ടേറെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അതിലുണ്ട്. സാമൂഹ്യ രംഗത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന സാധാരണ മനുഷ്യർക്കടക്കം പ്രയാസമുണ്ടാകുന്ന എല്ലാ രംഗങ്ങളിലും ഷെൽട്ടറിന്റെ ഇടപെടലുണ്ടായിട്ടുണ്ട്. CCN മലപ്പുറം. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ സന്ദേശ റാലി നടത്തി. കോട്ടപ്പാടം സെന്ററിൽ മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും തൊഴിലിടങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമൊക്കെ ഇന്ന് മഹാത്മാവിന്റെ സ്മരണയാണ്. നമ്മുടെ ഈ രാജ്യം സമ്മാനിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരുപാട് രാഷ്ട്രശില്പികളുണ്ട്. ആ രാഷ്ട്രശില്പികളുടെ കൂട്ടത്തിൽ ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ഈ ഭൂമികയിൽ വ്യത്യസ്ത ആചാരങ്ങളും സമ്പ്രദായങ്ങളുമായി കഴിയുന്ന
ജനകോടികളെ ഒരുമിപ്പിച്ച ഏകകം എന്ന് പറയുന്നത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ആദർശം കേവലം ഒരു നേതാവ് എന്നതിനപ്പുറം ഗാന്ധിജി ഒരു ദാർശനികൻ കൂടിയാണ്. ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിലും സാമൂഹ്യമായ എല്ലാ വിഷയങ്ങളിലും ഗാന്ധിജിക്ക് വളരെ കൃത്യവും വ്യക്തവുമായ നിലപാടുകളുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഗാന്ധി സ്മരണയാണ്. കേരളമൊട്ടാകെ, ഇന്ത്യയൊട്ടാകെ, ലോകത്തെ മലയാളികളാകെ, ലോകരാജ്യങ്ങളിൽ പലയിടത്തും ഗാന്ധിയെ സ്മരിക്കുന്ന പരിപാടികൾ നടക്കുക. കാരണം ഗാന്ധി ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു നേതാവാണ്. ലോകചരിത്രത്തിൽ അങ്ങനെ ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് കോട്ടപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് യൂണിറ്റ്, പ്രകൃതി ഹരിത കർമ്മസേനയും സംയുക്തമായാണ് ലഹരിവിരുദ്ധ സന്ദേശ റാലി, ഫ്ലാഷ് മോബ്, സൗന്ദര്യവൽക്കരിക്കൽ തുടങ്ങിയ പരിപാടികൾ നടത്തിയത്. കോട്ടപ്പാടം സെന്ററിൽ മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന അധ്യക്ഷത വഹിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പാറയിൽ മുഹമ്മദ് അലി, മെമ്പർ KT അബ്ദുള്ള, സ്കൂൾ പ്രിൻസിപ്പൽ MP സാദിഖ്, NSS പ്രോഗ്രാം ഓഫീസർ N. ഹബീബ് എന്നിവർ സംസാരിച്ചു. CCN ചത്തല്ലൂർ. തച്ചനാട്ടുകര പഴഞ്ചേരി ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ ഭാഗമായി പാർവതി സ്വയംവര ഘോഷയാത്രയുണ്ടായി. പഴഞ്ചേരി ശിവക്ഷേത്രത്തിൽ നിന്ന് കുറുമാലിക്കാവ് ക്ഷേത്രത്തിലേക്കാണ് ഘോഷയാത്ര ഉണ്ടായത്. നിരവധി ഭക്തർ പങ്കെടുത്തു. അമ്മേ നാരായണ ദേവി സെൽഫി എടുത്താക്കി. ഗാരിവൃത്താന്ത കഥനം, അഷ്ടോത്തര ശതപീഠ വർണ്ണനം, പാർവതി പ്രാതുദേ ഭാവം, ആത്മതത്വ നിരൂപണം, വിശ്വരൂപ ദർശനം എന്നീ പാരായണങ്ങൾക്ക് ശേഷമാണ് പാർവതി സ്വയംവര ഘോഷയാത്ര നടന്നത്. പഴഞ്ചേരി ശിവക്ഷേത്രത്തിൽ നിന്ന് കുറുമാലിക്കാവ് ക്ഷേത്രത്തിലേക്കാണ് ഘോഷയാത്ര ഉണ്ടായത്. നിരവധി ഭക്തർ പങ്കെടുത്തു. മുൻ ഗുരുവായൂർ മേൽശാന്തി TM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കലും അനുഗ്രഹ പ്രഭാഷണവും നടത്തി. തെക്കേടം നാഗരാജൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. വ്യാഴാഴ്ച മഹാസരസ്വതി പൂജ, വൈകിട്ട് വിദ്യാഗോപാല മന്ത്രാർച്ചന എന്നിവ ഉണ്ടായി. എല്ലാ ദിവസവും സമൂഹ പ്രാർത്ഥന, ശ്രീമദ് ദേവി ഭാഗവതം എന്നിവ ഉണ്ടാകും. CCN ചത്തല്ലൂർ. കടമ്പഴിപ്പുറം വായില്യംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നിവ ഒക്ടോബർ 6 ഞായറാഴ്ച നടക്കും. ക്ഷേത്രം തന്ത്രി അണിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 5 മഹാഗണപതി ഹോമം, 6 പ്രത്യക്ഷ ഗജപൂജ, 7 ഉഷപൂജ, 7:30 മേലേത്രിക്കോവിൽ ക്ഷേത്രത്തിലേക്ക് നഗരപ്രദക്ഷിണം, 8:30 പഞ്ചവാദ്യം, 10 ആനയൂട്ട്, തുടർന്ന് പ്രസാദൂട്ട് എന്നിവയും ഉണ്ടാകും. CCN കടമ്പഴിപ്പുറം. ദേശീയപാത മണ്ണാർക്കാട് നൊട്ടമലയിൽ ബൈക്കിടിച്ച് കാൽനടയാത്രക്കാരന് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം. കരിമ്പ പള്ളിപ്പടി താഴേക്കോട്ടിൽ വീട്ടിൽ അബുവിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം. ഇദ്ദേഹത്തെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് GMUP സ്കൂളിൽ 1,30,00,000 രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അധ്യക്ഷനാകും. ശിലാഫലകം അനാച്ഛാദനം N. ഷംസുദ്ദീൻ MLA നിർവഹിക്കും. നഗരസഭാ ചെയർമാൻ C. മുഹമ്മദ് ബഷീർ മുഖ്യാതിഥിയാകും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജനപ്രതിനിധികളും വിവിധ മേഖലകളിലുള്ള പ്രമുഖരും പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിർമ്മാണം കഴിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടന കർമ്മം നാളെ, അതായത് ശനിയാഴ്ച കാലത്ത് 10:30 കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകൾ ഓൺലൈനായി നിർവഹിക്കുകയാണ്. ആ ചടങ്ങിൽ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി അവറുകൾ അധ്യക്ഷത വഹിക്കും. അതിനോട് തുടർന്ന് തന്നെ GMUP സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന വിപുലമായ പൊതുസമ്മേളനവും അതുപോലെ ശിലാഫലകം അനാച്ഛാദന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. അത് ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ അവറുകളാണ് നിർവഹിക്കുന്നത്.
പ്രിയപ്പെട്ട നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അവറുകൾ അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രിയപ്പെട്ട വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ, കൗൺസിലേഴ്സ്, അതുപോലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ, മണ്ണാർക്കാട്ട് പൊതുസമൂഹം, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളൊക്കെ ചേർന്ന് വലിയ ഒരു ആഘോഷമായിട്ടാണ് നമ്മുടെ പരിപാടി നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 8 ക്ലാസ് മുറികളോട് കൂടിയ പുതിയ കെട്ടിടം കിഫ്ബിയിൽ നിന്നും 1,30,00,000 രൂപ ചിലവഴിച്ചാണ് നിർമ്മിച്ചത്. സ്കൂളിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള സ്വപ്നമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 120 വർഷം പഴക്കമുള്ള ഈ വിദ്യാലയത്തിൽ നിലവിൽ പ്രീ പ്രൈമറി മുതൽ UP തലം വരെ 842 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. പ്രധാന അധ്യാപകൻ സി നാരായണൻ, PTA പ്രസിഡന്റ് സക്കീർ മുല്ലക്കൽ, P ഖാലിദ്, സമദ് പൂവക്കോടൻ, ഷമീർ നമ്പിയത്ത്, UK ബാബു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. മലപ്പുറം നഗരസഭ താലൂക്ക് ആശുപത്രി പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെയും മലപ്പുറം നവജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. സംഗമം ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. മറ്റൊരാളെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, മറ്റൊരാളെ നമ്മൾ ബുദ്ധിമുട്ടാവാൻ പാടില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കാൻ സാധിക്കും. നമുക്ക് നിങ്ങൾക്കെല്ലാം ഈ പ്രായമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അറിവ് ഉണ്ടായിട്ടുണ്ട്. അത് അറിവെന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും സ്കൂളിൽ പോയി കോളേജിൽ പോയി പഠിച്ചുണ്ടാകുന്നതല്ല, നിങ്ങളുടെ പ്രായം കൊണ്ട്, പക്വത കൊണ്ടുണ്ടായിരിക്കുന്ന. മലപ്പുറം നഗരസഭ പകൽ വീട്ടിലെ 13 അമ്മമാരും നവജീവൻ ഓൾഡ് ഏജ് ഹോമിലെ 12 അച്ഛന്മാരും ഒത്തുചേർന്നാണ് സംഗമം നടന്നത്. കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാർ എന്നിവർ വയോജന സംഗമ പരിപാടിയിൽ പങ്കെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഗമത്തിൽ പങ്കെടുത്ത വയോജനങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകി. പാലിയേറ്റീവ് കെയർ നഴ്സ് ഷെറിൻ ജാഫർ സ്വാഗതവും മലപ്പുറം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അബ്ദുൽ ഹക്കീം അധ്യക്ഷതയും വഹിച്ചു. CCN മലപ്പുറം. കേരള സർവീസ് പെൻഷേഴ്സ് ലീഗ് സംസ്ഥാന ലീഡേഴ്സ് മീറ്റ് ശനിയാഴ്ച കോട്ടയ്ക്കലിൽ നടക്കും. കാലത്ത് 9:30 നേതൃസംഗമം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് മേത്തൊടിക അധ്യക്ഷത വഹിക്കും. 10:30 സംഘപ്രയാണത്തിലെ പുതുരീതി എന്ന വിഷയം സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി CP ചെറിയ മുഹമ്മദ് അവതരിപ്പിക്കും. ട്രഷറർ PV അബ്ദുറഹ്മാൻ അധ്യക്ഷനാകും. N മൊയ്തീൻ, V മുസ്തഫ എന്നിവർ പ്രസംഗിക്കും. മീറ്റിൽ വിവിധ ജില്ലകളിൽ നിന്നും 200 പ്രതിനിധികൾ പങ്കെടുക്കും. ലീഡേഴ്സ് സംഘടനാ സംവിധാനം ശക്തമാക്കുന്നതിനും പെൻഷൻകാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ നടപടിക്കെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃസംഗമം രൂപം നൽകും. ഞങ്ങളതിനെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കൂടിയിരുന്നു അല്ലേ. സംഘടനകളുമായിട്ട് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയും വേണ്ടി വന്നാൽ ഒരു സമരം തന്നെ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് അന്നത്തെ ഞങ്ങളുടെ മീറ്റിങ്ങിൽ ഒരു തീരുമാനം ഏകദേശം ഉണ്ടായിട്ടുള്ളത്. 10ാം ശമ്പള പരിഷ്കരണത്തിന് പെൻഷൻ കുടിശ്ശിക കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാനത്തെ പെൻഷൻകാർക്ക് നൽകാത്ത സർക്കാർ നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ എക്സിക്യൂട്ടീവ് ക്യാമ്പ് നിലനിർത്തുന്നത്. പക്ഷെ ആർക്കും പറയുന്നില്ല, പെൻഷൻകാർ ഇവിടെ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിനിധികളോ അല്ലെങ്കിൽ ഭാരവാഹികളല്ലാതെ വേറെ ആരും ഇപ്പോൾ ഈ വക കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നില്ല. നേരെ മറിച്ച് ഇവിടെ വേറൊരു രൂപത്തിലുള്ള ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള ആളുകൾ ഒരു ഭരണപക്ഷത്തിലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഈ കേരളത്തിൻ്റെ സ്ഥിതി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഓർത്തു നോക്കലറിയാം. പക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാനൊരു സമയമില്ല. ഒന്നാമത് സാമ്പത്തിക സ്ഥിതി മോശമാണ് എന്നാണ് പലരും പറയുന്നത്. പിന്നെ മാനവ രാഷ്ട്രീയ മാനങ്ങൾ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് നടത്താൻ വേണ്ടി ഉണ്ട്. പക്ഷെ അതിനൊന്നും സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രയാസം അനുഭവപ്പെടുന്നില്ല. പക്ഷെ പാവപ്പെട്ട, അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, പാവപ്പെട്ട പെൻഷൻകാരുടെ ശമ്പളം അവരുടെ പെൻഷനിൽ നിന്നുള്ള അവകാശപ്പെട്ട, ഞങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാരിൻ്റെ അടുത്ത് പൈസ ഇല്ല എന്നാണ് പറയുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അഹമ്മദ് മേത്തൊടിക, ജനറൽ സെക്രട്ടറി AK സൈനുദ്ദീൻ, ട്രഷറർ PV അബ്ദുറഹ്മാൻ, സ്വാഗത സംഘം കൺവീനർ KM റഷീദ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പുളശ്ശേരി അർബൻ ബാങ്കിനെതിരെ പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ഭരണസമിതി. അയ്യപ്പൻകാവിന്റെ പേരിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി പണം തട്ടിയെന്ന BJP ആരോപണവും ഭരണസമിതി തള്ളി. ഇത്തരം ആരോപണങ്ങളിൽ ഇടപാടുകാർക്ക് ആശങ്ക വേണ്ടെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ജീവനക്കാരില്ലാത്തതിനാൽ പദ്ധതി പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു. ഉള്ള ജീവനക്കാരുടെ അവധി കൂടിയാകുമ്പോൾ പഞ്ചായത്തിൽ ആളില്ലാത്ത സ്ഥിതിയാണ്. ദേശീയപാത മണ്ണാർക്കാട് നൊട്ടമലയിൽ ബൈക്കിടിച്ച് കാൽനടയാത്രക്കാരന് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ നവരാത്രി സംഗീതോത്സവത്തിൽ വെള്ളിയാഴ്ച പൂർണിമ അരവിന്ദ് പ്രധാന കച്ചേരി അവതരിപ്പിച്ചു. ആര്യദത്ത വയലിനിലും ജയകൃഷ്ണൻ മൃദംഗത്തിലും ശ്രീജിത്ത് വെള്ളാറ്റഞ്ഞൂർ ഘടത്തിലും പിന്തുണയേകി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.